സക്കീർ സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ഞാൻ പാടുന്നില്ല. ഈ പാട്ട് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അതിനകത്ത് ഹരിപ്പാടു രാമകൃഷ്ണൻ വലലനായി എന്നൊരു വരി കൂടിയുണ്ട്. അങ്ങനെ ഹരിപ്പാട് രാമകൃഷ്ണനെ കുറിച്ച് ഹരിപ്പാട്ടുകാരൻ തന്നെയായ ശ്രീകുമാരൻ തമ്പി സാറാണ് എഴുതിയേക്കുന്നത്. ഈ വരികൾ മൂളാത്ത ആരുമില്ല. അങ്ങനെ ഹരിപ്പാട് നമുക്കെല്ലാവരും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും മൂളിയിട്ടുള്ള ഒരു സ്ഥലപ്പേരാണ്. ഹരിപ്പാടിനെ കുറിച്ച് ചില വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആലപ്പുഴ ജില്ലയുടെ തെക്കുഭാഗത്ത് കായംകുളത്തിനും തോട്ടപ്പള്ളി സ്പിൽവേക്കും ഇടയിലുള്ള ഒരു മുനിസിപ്പൽ പ്രദേശമാണ് ഹരിപ്പാട്. തീരദേശ റെയിൽവേയും നാഷണൽ ഹൈവേ 66ഉം ഹരിപ്പാട്ട് കൂടി കടന്നുപോകുന്നു. കാർത്തികപ്പള്ളി താലൂക്കിന്റെ ആസ്ഥാനവും ഹരിപ്പാട് തന്നെയാണ്. മയൂര സന്ദേശം എന്ന സന്ദേശകാവ്യം എഴുതാൻ കേരള കാളിദാസൻ എന്ന് അറിയപ്പെട്ടിരുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന് പ്രചോദനമായത് അദ്ദേഹത്തിന്റെ ഹരിപ്പാടിന് സമീപമുള്ള അനന്തപുരം കൊട്ടാരത്തിലെ ഏകാന്തവാസക്കാലത്താണ്. ക്ഷേത്രനഗരി എന്ന് പറയാവുന്ന രീതിയിൽ പ്രസിദ്ധങ്ങളായ സുബ്രഹ്മണ്യ ക്ഷേത്രവും മണ്ണാറശാല നാഗരാജ ക്ഷേത്രവും ഹരിപ്പാടാണുള്ളത്. ഹരിപ്പാട് എന്ന സ്ഥലപ്പേര് എങ്ങനെയാണ് വന്നതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. മഹാഭാരത കഥയിലെ ഏകചക്ര എന്ന നഗരമാണ് ഹരിപ്പാട് എന്നതാണ് ഒരു ഐതിഹ്യം. കേരള ചരിത്രത്തിൽ ഹരിഗീതപുരം എന്ന് ഇത് അറിയപ്പെട്ടിരുന്നു എന്നാണ് മറ്റൊരു ഐതിഹ്യം. ഹരിപ്പാട് എന്നാണ് ഹരിപ്പാട് മുൻകാലത്ത് അറിയപ്പെട്ടിരുന്നു എന്നാണ് മറ്റൊരു ഐതിഹ്യം. എന്നാൽ ഇത് വെറും ഐതിഹ്യമല്ല, ഇത് ശരിയായിരുന്നു എന്നതിന് നമുക്ക് തെളിവുകളുണ്ട്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കൊട്ടാരമായിരുന്ന പത്മനാഭപുരം കൊട്ടാരത്തിൽ തിരുവിതാംകൂറിന്റെ ഒരു പഴയ അഞ്ചൽ ഭൂപടം വെച്ചിട്ടുണ്ട്. അഞ്ചൽ ഭൂപടം എന്നാൽ പോസ്റ്റൽ മാപ്പ് എന്നാണ് അർത്ഥമാക്കുന്നത്. അഞ്ചലോട്ടക്കാരനും അഞ്ചൽ പെട്ടിയും അഞ്ചൽ ആഫീസും അഞ്ചൽ ശിപായിയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ ഭൂപടത്തിൽ ഹരിപ്പാടിന് അരിപ്പാട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ചിത്രത്തിൽ അത് ചുവന്ന വട്ടത്തിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 300 വർഷം മുമ്പ് അരിപ്പാട് എന്ന് തന്നെയാണ് അറിഞ്ഞിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാം. അതേപോലെ തന്നെ 1854 ഒരു മാപ്പിലും ഹരിപ്പാട് എന്നുള്ളതിന് ഹരിപ്പാട് എന്ന് തന്നെയാണ് വ്യക്തമായി എഴുതിയിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലുള്ള ഒരു മാപ്പിലും ഹരിപ്പാടിന് ഹരിപ്പാട് എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ 1936 സ്കൂൾ പുസ്തകങ്ങളിൽ അച്ചടിച്ച 1924 തിരുവിതാംകൂറിലെ മാപ്പിൽ ഹരിപ്പാട് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതിൽ നിന്നും ഹരിപ്പാടായി മാറിയത് 1924 തൊട്ട് മുമ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരുവിതാംകൂർ സംസ്ഥാനത്തേക്ക് ആവശ്യമായ അരി കൊണ്ടുവന്നിരുന്നത് ഇവിടെ നിന്നാണ്. അതിനാലാണ് ഇത് അരിപ്പാട് എന്നറിയപ്പെട്ടിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ കുട്ടനാടിന്റെ തെക്കേ അറ്റത്ത, തിരുവിതാംകൂറിലെ തെക്കേ അറ്റത്ത സ്ഥലത്തേക്കുള്ള ഒരു മാർഗം ഹരിപ്പാടായിരുന്നതുകൊണ്ട് ഈ നിഗമനം വളരെ ശരിയായിരുന്നുവെന്ന് നമുക്ക് കാണാം. നമുക്ക് അങ്ങനെ അനുമാനിക്കാവും. ഈ ഹരിപ്പാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്